സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രത്യേകിച്ചൊന്നും പഠിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതേ ഉള്ളൂ. അതായത് നമ്മൾക്ക് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും, എന്ത് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, അതല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ എഴുതണം, ഇംഗ്ലീഷിൽ എഴുതണം എന്നൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന സമയം കളയും. പക്ഷേ നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള ഒന്നും ഇതിന് പിന്നിൽ ചെയ്യാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഡിസിപ്ലിനാണ് ആവശ്യം. നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള എന്താണ്? ഒരു ഡിസിപ്ലിൻ. അതായത് നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ തന്നെ അതിനെപ്പറ്റി ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കി നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എല്ലാ എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂടെ നമുക്ക് പഠനം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? പഠനം എന്ന് പറയുന്നതേ ബോറാണ് സത്യം പറഞ്ഞാൽ, അല്ലേ? നമ്മൾ എന്ത് പഠിക്കാനും നമുക്ക് ബോറാണ്. കാരണം എന്താണ്? നമ്മുടെ ഒരു ഹ്യൂമൻ നേച്ചറേ അങ്ങനെയാണ്. ഇപ്പോൾ ആരും നമ്മളെ നിയന്ത്രിക്കാനില്ല, ആരും നമുക്ക് പറഞ്ഞു തരാനില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മൾ ചുമ്മാ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളത് പഠിക്കാനോ ഒന്നും നമ്മൾ പരിശ്രമിക്കാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷ് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ എനിക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചിന്തിക്കുന്നത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, എന്താണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റൊരു കാര്യം നമ്മൾ പറയുന്നത്, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, അതുകൊണ്ട് സമയമില്ല, അല്ലേ? അപ്പോൾ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ നമുക്ക് പേടിയുണ്ട്. എന്താണ് പേടി? അതായത് നമുക്ക് ജോലിയുടെ സ്ട്രെസ്സായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള പേടി. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, അതായത് ഇംഗ്ലീഷ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ലാംഗ്വേജാണ്. നമുക്കത് സാധാരണ തുടങ്ങിയത് നമ്മൾ പഠിക്കുന്ന സമയത്തായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1ാം ക്ലാസ്സിൽ തുടങ്ങിയതായിരിക്കും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ, അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ തുടങ്ങിയതായിരിക്കും. നമ്മൾ പഠിപ്പിച്ച നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് പറഞ്ഞതിൻ്റെ പേരിലായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ പേരിലായിരിക്കും. നമ്മളുടെ എല്ലാം മനസ്സിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് എന്നുള്ളൊരു തോന്നലുണ്ട്. യഥാർത്ഥത്തിൽ ഇത് വെറും തോന്നലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് ഒരു ഭാഷ മലയാളമാണ്. അപ്പോൾ ആ ഭാഷ നമ്മൾ അറിയാം, അല്ലേ? നമ്മൾ പഠിച്ച ഒരു ഭാഷയാണ് ഈ മലയാളം. അപ്പോൾ ചെറുപ്പത്തിൽ പഠിക്കുന്നതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്, സമ്മതിച്ചു. പക്ഷേ ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നൊരു ഭാഷയാണ്. എന്താണ്? ഇതിന് 3-4 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ മലയാളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്, അല്ലേ? ശരിയല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ബുക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങിച്ചു. ഓക്കെ, ആ മരുന്നിൻ്റെ കവറിൽ ഏത് ഭാഷയിൽ എഴുതിയിരിക്കുന്നത്? അതല്ലെങ്കിൽ നിങ്ങളൊരു കറി പൗഡർ വാങ്ങിച്ചു. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയുടെ ഒരു കറി പൗഡർ വാങ്ങിച്ചു, അതിൻ്റെ പുറകിലേക്ക് നോക്കിയേ, ഒരു ഭാഷ എന്താണെങ്കിലും മലയാളമാണ്, മറ്റൊരു ഭാഷയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും, അല്ലേ? അപ്പോൾ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു ഭാഷ മലയാളം കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ്. മറ്റൊരു കാരണം നമ്മൾ പറയുന്നത്, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ ഭയങ്കര ബിസിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ ചാപ്റ്ററുകൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഇപ്പോൾ എൻ്റെ ചാപ്റ്ററുകളൊക്കെ മാക്സിമം 30 മിനിറ്റുള്ള ചാപ്റ്റർ, അല്ലേ? അതല്ലെന്നുണ്ടെങ്കിൽ സാധാരണ 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റൊക്കെയാണ്. നിങ്ങൾ അതൊന്ന് കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾ ഫേസ്ബുക്കും അതുപോലെ തന്നെ വാട്സപ്പൊക്കെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് മറ്റ് താല്പര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് കണ്ടു നോക്കിയേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതൊരു സ്ട്രെസ്സായിട്ട് നമുക്ക് അനുഭവപ്പെടത്തില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുകയാണെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ, ക്രിക്കറ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചുമ്മാ ക്രിക്കറ്റ് ഇരുന്ന് കാണുക, അതല്ലെന്നുണ്ടെങ്കിൽ കോമഡി ഇഷ്ടമാണെങ്കിൽ കോമഡി. പക്ഷെ നമ്മളിതെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ഇംഗ്ലീഷിൽ കാണുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മളെ ആരുമൊക്കെ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്ത്? അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണെന്നുള്ളത്. സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പേരിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സ്കെയർഡ് എന്ന് പറഞ്ഞാൽ പേടിയോടെ ഇരിക്കുക, അതാണ് സ്കെയർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ്? സെറ്റപ്പ് എ സ്കെഡ്യൂൾ. എന്താണ് ഈ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഷെഡ്യൂൾ എന്നാണ് പറയുന്നത്, യഥാർത്ഥത്തിൽ സ്കെഡ്യൂൾ എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, എനിക്കറിയത്തില്ല നിങ്ങളുടെ വർക്ക് സ്കെഡ്യൂൾ എങ്ങനെയാണ്.
ചിലപ്പോൾ നിങ്ങൾ രാവിലെ 5 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക. അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ്, എങ്ങനെയാണ് നമ്മൾ ടൈം ടേബിൾ തയ്യാറാക്കുന്നത്? എനിക്കറിയത്തില്ല നിങ്ങളുടെ ഷെഡ്യൂൾ, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ നിങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റു, നിങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു, അതിനുശേഷം നിങ്ങളൊരു 10 മിനിറ്റ് നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഒരു വീഡിയോ കാണുക. ഇപ്പോഴും ഞാൻ എല്ലാ ദിവസവും തന്നെ ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യം മുതലുള്ള വീഡിയോസ് കാണുക. അപ്പോൾ ഒരു 10 മിനിറ്റ് നിങ്ങൾ കാണുക. അതിനുവേണ്ടി നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. എങ്ങനെയാണ് ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത്? അതായത് എനിക്കിപ്പോൾ രാവിലെ ഞാൻ 10 മിനിറ്റ് കാണുന്നു, പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അടുത്ത ഒരു 10 മിനിറ്റ് കാണുന്നു. അങ്ങനെ നിങ്ങൾ ഒരു ദിവസം ഒരു 2 മണിക്കൂർ ഇംഗ്ലീഷിന് മാറ്റി വെക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ല, 1 മണിക്കൂർ മതി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മറ്റ് എൻ്റർടൈൻമെൻറ്റുകൾ നിങ്ങൾ ഒഴിവാക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് യാതൊരു കാര്യമില്ല നമ്മൾ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ അകത്ത് വരുന്ന യാതൊരു പ്രയോജനമില്ലാത്ത വീഡിയോസ് കാണുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ട്രോൾ എഴുതുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തുക. എന്താണ് കാരണം? പ്രധാനപ്പെട്ടൊരു കാര്യം, നമുക്ക് വേണ്ടി തന്നെ നമ്മൾ സമയം ചെലവഴിക്കണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വേർത്തിട്ട് പാര വെക്കാനോ ഒക്കെ ഉള്ള സമയം നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആദ്യം ഒരാഴ്ചത്തെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുകയും ഒരാഴ്ചത്തെ ടൈം ടേബിൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ആ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്നു, ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, 5:10 തൊട്ട് ഞാൻ പഠിത്തം തുടങ്ങുന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല, അല്ലേ? അപ്പോൾ എന്താണ്, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഞാൻ ഒരാഴ്ചത്തെ ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറഞ്ഞതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാഴ്ചത്തെ ടൈം ടേബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ആഴ്ചയും മനസ്സിലാവും, അതായത് എനിക്ക് രാവിലെ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് സമയം കിട്ടുന്നില്ല. എപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും, അല്ലേ? വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണമെന്ന് വെച്ചാൽ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അത് നടക്കും, അല്ലേ? വേണമെന്ന് വെച്ചാൽ നടക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ റിമൂവ് ചെയ്യുക. അതെന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിരിക്കുന്നു, അതായത് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കേണ്ട. ഇപ്പോഴും നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങളുടെ വാട്സപ്പിൻ്റെ അകത്ത് നിങ്ങൾ മെസ്സേജ് വന്നാൽ നിങ്ങൾ വീഡിയോ നിർത്തുന്നു, അതിലേക്ക് പോകുന്നു, അല്ലേ? അപ്പോൾ തന്നെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരുപാട് ടാബ് പിന്നെ ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുന്നു. തീർച്ചയായിട്ടും അത് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു TV കണ്ടുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാതിരിക്കുക. അങ്ങനെ ചിലരൊക്കെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മ്യൂസിക് കേട്ടുകൊണ്ട് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഉള്ള സ്ഥലത്ത് മാറി നിന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴെന്താണ്, നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോകും, അല്ലേ? നിങ്ങൾക്ക് അറിയത്തുള്ളൂ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ സീക്രട്ടായിട്ടുള്ള ചില ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കാണുമായിരിക്കും, അല്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് കാണും. ഉദാഹരണം പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ വഴിയിലേക്ക് നോക്കി ചുമ്മാ ഇരിക്കുന്നതായിരിക്കും, നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ റിമൂവ് ചെയ്യുക. നിങ്ങൾ എന്തിട്ട് ചെയ്യുക, ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ, അതായത് ഒരു റൂമിൽ, അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് സ്ഥലമില്ല, നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടൊരു സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഹെഡ്ഫോൺ വെക്കുക, നിങ്ങൾക്ക് കേൾക്കണമെന്ന് വെച്ചാൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ വേണമെന്ന് നമുക്ക് തോന്നണം, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 15 മിനിറ്റ് റൂള് ഫിക്സ് ചെയ്യുക. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പഠിക്കാനിരുന്നാൽ 15 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേക്കൂ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതുപോലെ നിങ്ങൾ അലാം സെറ്റ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ പഠിക്കാനിരുന്നു, 1 മിനിറ്റിനുള്ളിൽ നമ്മൾ എഴുന്നേക്കുന്നു, അല്ലേ? സംഭവിക്കുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് ചെയ്യാതിരിക്കുക. നിങ്ങൾ വേണമെങ്കിൽ ഒരു ചായ എടുത്ത് വെക്കുക, അതിനുശേഷം നിങ്ങൾ തുടങ്ങുക, അല്ലേ? ചായ കുടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ കടുകാപ്പി കുടിക്കാം, അല്ലേ? അത് തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അലാം വെക്കുക, അലാം അടിച്ചു കഴിഞ്ഞ് മാത്രം നിങ്ങൾ എഴുന്നേൽക്കുക. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ മുതൽ തുടങ്ങുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ചിലപ്പോൾ 223 അല്ലെങ്കിൽ 224 ഒക്കെ ചാപ്റ്റർ ആയിരിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തുടങ്ങുക.
നമുക്ക് നമ്മുടേതായ സമയം ഫിക്സ് ചെയ്യാം. ഞാൻ ഒന്നാമത്തെ ചാപ്റ്റർ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞ് ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോകൂ എന്ന് തീരുമാനിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരുടെയും ബുദ്ധിശക്തി പല രീതിയിലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരെക്കാളും ഓർമ്മശക്തി കുറവുള്ള ഒരാളാണ്. അത് എനിക്ക് പലപ്പോഴും, അതായത് ചെറുപ്പം മുതൽ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഞാൻ തന്നെ മനസ്സിലാക്കിയാണ്, മറ്റു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ മറ്റു സുഹൃത്തുക്കളെ അപേക്ഷിച്ച് എനിക്ക് വളരെയധികം ഓർമ്മശക്തി കുറവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓർമ്മശക്തി കുറവുള്ളവർ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, അല്ലേ? അത് തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ചാപ്റ്റർ, നമ്മൾ എത്ര ചാപ്റ്റർ ഫിനിഷ് ചെയ്യുന്നുള്ളതല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുന്നത്, നിങ്ങളൊരു 15 ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമാതിരി തട്ടിമുട്ടിയൊക്കെ സംസാരിക്കാറാകും. തീർച്ചയായിട്ടും അത് പറ്റും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു നോട്ട് എഴുതുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുഞ്ഞൊരു ഡയറി വാങ്ങിക്കുക, നോട്ട് എഴുതുക, ഈ കയ്യിൽ സൂക്ഷിക്കുക. അപ്പോഴെന്താണ്, നമ്മൾ മറന്നുപോയി പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ്. അത് ശ്രദ്ധിക്കുക. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ്, നമുക്കറിയത്തില്ലാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ വറിയാകാതിരിക്കുക, അതിനെപ്പറ്റി ഓർത്തുകൊണ്ട് ഇരിക്കാതിരിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എനിക്കിപ്പോഴും കമൻറ്റുകളൊക്കെ ഒരുപാട് കിട്ടാറുണ്ട്. അതായത് അതിൻ്റെ അകത്തൊക്കെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാർ നമുക്ക് അതെങ്ങനെ പറയാം, ഇതെങ്ങനെ പറയാം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അടിയിൽ തന്നെ നമ്മൾ ഒരുപാട് മുമ്പിലേക്കുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ വറിയായിട്ടുള്ള സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, അത് ഹ്യൂമൻ നേച്ചറാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ്, എനിക്കുമുള്ള സ്വഭാവമാണ്, നിങ്ങൾക്കുള്ള സ്വഭാവമാണ്. അതിനെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ എന്താണ് ഞാൻ പറയുന്നൊരു കാര്യം എന്താണ്, നമ്മൾ ഒരു ചാപ്റ്റർ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു, അത് നമുക്ക് മനസ്സിലായോ എന്ന് മാത്രം ചിന്തിക്കുക. അതല്ലാതെ നമുക്ക് മറ്റേതെങ്ങനെ പറയാം, അതല്ലെങ്കിൽ ഇതല്ലാതെ വേറെ എന്തെങ്ങനെ പറയാം, അതെങ്ങനെ ഉപയോഗിക്കാം, ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നോർത്ത് നമ്മൾ എങ്ങനെ സംഭവിക്കുന്നത്, അതൊരു വലിയ ലൂപ്പായിട്ട് മാറും. കാരണം എന്താണ്, നമ്മൾ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും, നമ്മൾ പഠിച്ചതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ചതിനെ പറ്റി മാത്രം ചിന്തിക്കുക, പഠിക്കാത്തതിനെ പറ്റി വറിയാകരുത്, അല്ലെങ്കിൽ നമുക്കറിയത്തില്ലാത്തതിനെ പറ്റി നമ്മൾ വറിയുക. കാരണം എന്താണ്, ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് എൻ്റെ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, ആയിരക്കണക്കിന് ബുക്ക് റെഫർ ചെയ്ത്, അതുപോലെ തന്നെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്തു നിന്നും ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ്, അതായത് ഇംഗ്ലീഷിൽ ജനിച്ചു വളർന്ന ആളുകളുടെ അടുത്ത് നിന്ന് ഇതെല്ലാം കോഴ്സിൻ്റെ കണ്ടൻറ്റും എല്ലാം തയ്യാറാക്കിയിരിക്കുന്ന അവരുടെ സഹായത്തോടെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ബുക്കുകൾ, ആയിരക്കണക്കിന് ബുക്കുകൾ റെഫർ ചെയ്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട, നമ്മളെല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ 200ാമത്തെ ചാപ്റ്ററിൽ എത്തിയപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൂടുതലായിട്ട് കവർ ചെയ്യും. അപ്പോഴും നമുക്ക് അറിയത്തില്ലാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ വറി ചെയ്യേണ്ട കാര്യമേ ഇല്ല. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, റിവാർഡ് യുവർ സെൽഫ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ പഠിക്കുന്നു, അതിനുശേഷം നിങ്ങൾ ചിന്തിക്കുക, അതിനുശേഷം ഞാൻ ഒരു സിനിമ കാണും, അല്ലേ? അതല്ലെങ്കിൽ അതിന് ശേഷം ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഓക്കെ ഞാൻ ഒരു 100 ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഞാൻ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അത് വിദേശികളൊക്കെ ഒരുപാട് ചെയ്യുന്നൊരു കാര്യമാണ്. അതെന്താണ്, റിവാർഡ് യുവർ സെൽഫ്. നമുക്ക് തന്നെ നമ്മളൊരു റിവാർഡ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു മോട്ടിവേഷൻ ലഭിക്കും. എന്താണ്, ഇത് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, അറിയത്തില്ലാത്തതിനെ പറ്റി വറിയാകാതിരിക്കുക. നമ്മൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ടൈം ടേബിൾ ഉണ്ടാക്കുന്ന കൂടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പഠിച്ച കാര്യത്തിൽ നമുക്ക് കുറച്ചെങ്കിലും സംശയമുള്ള അല്ലെങ്കിൽ മറന്നു പോകുന്ന സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു പേപ്പറിൽ എഴുതി പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ നിങ്ങൾ അതൊരു പേപ്പറിൽ എഴുതി പേസ്റ്റ് ചെയ്ത് ഭിത്തിയിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക.
അതല്ലെങ്കിൽ നിങ്ങളുടെ ടോയ്ലറ്റിനകത്ത് നിങ്ങൾ അത് എന്താ എഴുതിയിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും ഇതെന്ത് ചെയ്യാമെന്നാണ്, റെഫർ ചെയ്യാം. നിങ്ങളുടെ ബെഡ്റൂമിൽ എഴുതി വെക്കുക, ഹാളിൽ ഇതൊരു പേപ്പറിൽ എഴുതി ഒട്ടിച്ച് വെക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. അതുപോലെ തന്നെ ഡയറി, കുഞ്ഞു ഡയറി, നമുക്ക് പോക്കറ്റ് ഇടാവുന്നത് കൊണ്ട് കുഞ്ഞു ഡയറിയിൽ എഴുതി വെക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, യു ക്യാൻ ആൻഡ് യു വിൽ ലേൺ ഇംഗ്ലീഷ്. നിങ്ങൾ ഞാൻ പറഞ്ഞത് ഫോളോ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.